അവരങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീട്ടിലേക്കെത്തി. അമ്മയും മുത്തശ്ശിയും വരാന്തയിൽ തന്നെ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വരൂ മക്കളെ, ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു? എന്താ ഇത്ര നേരം വൈകിയത്? എങ്ങോട്ടാ ശ്രീമോളിനി അവളെയും കൂട്ടിപ്പോയത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മുത്തശ്ശി അവരോടായി ചോദിച്ചു. എനിക്ക് വിശക്കുന്നു മുത്തശ്ശി എന്ന് പറഞ്ഞ് ശ്രീ ഐശുവിനെയും കൂട്ടി വീടിലേക്ക് കയറി. മുത്തശ്ശിയുടെയും ശ്രീയുടെ അമ്മയുടെയും ഒരു ചായ സൽക്കാരം തന്നെ കഴിഞ്ഞ് അവർ ഫ്രഷ് ആവാൻ പോയി. അതിനുശേഷം മുത്തശ്ശി അവരെ സന്ധ്യപ്രാർത്ഥന ചൊല്ലാനായി രണ്ടുപേരെയും വിളിച്ചു. അതിനുശേഷം അവർ വിശേഷണങ്ങളിൽ മുഴുകി. ഇതുവരെ അവർ നടന്നു പോകുന്നതും കാവിനെക്കുറിച്ചും പിന്നെ രാഘവേട്ടൻ്റെ ചായ വരെ എത്തിയതിനെക്കുറിച്ചും അവർ വിശദമായി മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഐശുവിൻ്റെ സംശയങ്ങൾ, കാവിനെക്കുറിച്ചുള്ള സംശയങ്ങൾ അവൾ ഓരോന്നോരോന്നായി മുത്തശ്ശിയോട് ചോദിച്ചറിഞ്ഞു. കാവിനെക്കുറിച്ചും ശിവപ്രതിഷ്ഠയെക്കുറിച്ചും സർപ്പങ്ങളെക്കുറിച്ചും മുത്തശ്ശി വിശദമായി പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും നേരം 10 മണി കഴിഞ്ഞിരുന്നു. മുത്തശ്ശിയുടെ കഥ കേട്ട് രണ്ടാൾക്കും അത്താഴവും ഉറക്കവും ഒന്നും വേണ്ടേ, ബാക്കി നാളെ കേൾക്കാം എന്ന് പറഞ്ഞവരെ അമ്മ അത്താഴത്തിനായി ക്ഷണിച്ചു. ശ്രീയും ഐശ്വര്യയും അമ്മയും മുത്തശ്ശിയും ശ്രീയുടെ കൊച്ചനുജൻ അപ്പുവും അത്താഴം കഴിക്കാൻ തുടങ്ങി. ഏറെ ക്ഷീണം കാരണം അവർ രണ്ടുപേരും പെട്ടെന്നുറങ്ങിപ്പോയി. ഇനി ഐശ്വര്യയുടെയും ശ്രീയുടെയും അടുത്തത് വിശേഷങ്ങളുമായി നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, ബൈ.